ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. ബ്രെഡ് കൊണ്ട് ഒത്തിരി ചിലവൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാവേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇത്രയും ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രെഡ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കളയണ്ട, ഇത് നമുക്ക് ബ്രെഡിൻ്റെ പൊടി ഉണ്ടാക്കും, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനും കൂടെ ഇട്ടങ്ങ് പൊടിച്ചെടുക്കാവേ. അതുകൊണ്ട് ഇത് ഇത്രയും ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ സൈഡിലത്തെ ഞാൻ കളഞ്ഞിട്ട് ഇത് കളയണ്ട, നമുക്കത് പൊടിച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ ബ്രെഡ് ഇങ്ങനെ രണ്ട് പീസാക്കി നമുക്ക് ഇതുണ്ട്, ഇങ്ങനെ രണ്ട് പീസാക്കി നമുക്ക് എടുക്കാം. ഇത് മാറ്റി വെക്കുകയും ചെയ്യാം. നമുക്കിത് പൊടിച്ചെടുക്കാവേ. നമുക്കിത് നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിന് ഇതെടുക്കാം. അപ്പോൾ ബാക്കി ഇത് മൊത്തം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരാവേ. ഇതിങ്ങനെ നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങളെല്ലാം ഒന്ന് ഈ സൈഡിലത്തെ ആ കളറൊക്കെ ഒന്ന് മാറ്റി നമ്മൾ നല്ലപോലെ കഷ്ണങ്ങളാക്കി വെച്ചു. നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചു എടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഈവനിങ് സ്നാക്സിന് നമുക്കൊരു കോട്ടിങ് തയ്യാറാക്കണമല്ലോ. ബാക്കി നമ്മൾ ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് 2 കോഴിമുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാവേ. അപ്പോൾ 2 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നേരമാണ് ക്വാണ്ടിറ്റി നമ്മൾ ബ്രെഡിൻ്റെ അളവെടുക്കുന്നതനുസരിച്ച് ഇട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു 3-4 കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ ആ 2 കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചിട്ടു. ഇനി അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ, ആവശ്യത്തിനുള്ള ആ മുട്ടയ്ക്ക് കൂടാനുള്ള ഉപ്പ്. അത് നമുക്കറിയാമല്ലോ ഏകദേശം ഒരു കണക്കിനകത്ത്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 സ്പൂണ് നമ്മുടെ മീറ്റ് മസാല. ഇനി നമ്മളൊരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇനി നമ്മളതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ചതച്ച് വെച്ചിരിക്കുന്ന മുളക്, നമ്മുടെ ക്രഷ് ചെയ്ത് വറ്റൽമുളക്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓറിഗാനോ സീഡ്സ് ആണ്. അതിട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലേവറാണ്. നമ്മൾ ഈ പിസ്സയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു ഓറിഗാനോ സീഡ്സ് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 സ്പൂൺ അതും ഇട്ട് കൊടുത്തു. നമ്മളിനി ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഓറിഗാനോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പിസ്സയുടെ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ച് നമ്മുടെ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് നമുക്ക് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ ഇതൊന്നും കട്ടയില്ലാതെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളങ്ങനെ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്ത് മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. മുട്ടയുടെ ഒരു ഉളുമണം ഒന്നും വരികയില്ല. നമ്മൾ ഇച്ചിരി ഓറിഗാനോയും ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മസാലയും ഇച്ചിരി ചതച്ച മുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നോരോന്ന് മുക്കി എടുത്ത് വെക്കാം അതിനകത്ത്. നമുക്കിനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഓരോന്ന് നമുക്കിഷ്ടമുള്ള സൈസിലോ ഷേപ്പിലോ ഒക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കണമെന്നില്ല, നമ്മുടെ ബ്രെഡാണ്, ഒത്തിരി നേരം വെക്കരുത്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. നമ്മുടെ ഈ ഇതിനകത്തേക്ക് ഒന്ന് കോട്ട് ചെയ്ത് ഈ ബ്രെഡ് ക്രംസ് നമ്മൾ ആ സൈഡെല്ലാം എടുത്ത് അതിനകത്തേക്ക് ഒന്ന് വെച്ച് നല്ലപോലെ ഒന്ന് കുടഞ്ഞ് ഇത് കുതിർന്നു പോവും ബ്രെഡ് ആയതുകൊണ്ട്. ഇതിങ്ങനെയൊന്ന് എടുത്ത് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് വേണം നമുക്കിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി നേരം വെക്കണ്ട, ഇത് എടുത്തെടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇടുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഇത് കയ്യ നനവുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്പൂണ് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് എടുക്കാവേ. ഇങ്ങനെ മൊത്തം ഒന്ന് എടുക്കട്ടെ. നമ്മൾ ബ്രെഡ് മുക്കി വെച്ചിരിക്കും, നമുക്ക് ഇട്ടെടുക്കാം. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് അതങ്ങ് കുതിരും. അതുകൊണ്ട് നമുക്കുള്ള നേരത്തെ തന്നെ നമുക്കത് പെട്ടെന്ന് അതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ഈ മുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പെട്ടെന്ന് എണ്ണ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് വറുത്ത് കോരാവേ. നമുക്ക് ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിലിടേണ്ട, എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്ത് കോരിയെടുക്കുക. ഒരു സൈഡൊന്നും മൊരിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡും ഒന്ന് മറിച്ചിട്ടെടുക്കാവേ. നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ മൊരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ച് മറിച്ചു വിട്ട്
ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇത് മുക്കി അന്നേരം ഇതിനകത്തേക്ക് ഇടുക എളുപ്പം. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് അതങ്ങോട്ട് കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ കുതിർന്നു പോയിട്ടേ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ മുക്കി അങ്ങ് ഇടുവാണ് എളുപ്പം, അല്ലെങ്കിൽ അത് കുതിർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പുറവും 2 സൈഡും ഇങ്ങനെ നല്ലപോലെ മൊരിച്ച് ഇങ്ങനെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് ഈ മുട്ടയുടെ ഇതിട്ടേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പതഞ്ഞ് വരുന്നത്. ഞാൻ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണയും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്ര പെട്ടെന്ന് നമ്മുടെ ഈസി ബ്രെഡ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ? ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെ കോരിയെടുക്കാവേ. ഒത്തിരി കരിയാൻ നിൽക്കരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡിയായി. ഇതാണ് നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ്, അകം നല്ല സോഫ്റ്റും ആയിട്ടാണ്. നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഈ പിസ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. മുട്ടയുടെ രുചിയുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് ചോദിക്കാം, കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്ന്. എങ്ങനെയുണ്ട് കുഞ്ഞെ, കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ആണോ? ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരും ഇങ്ങനെ പിള്ളേർ സ്കൂൾ വിട്ടൊക്കെ വരും. ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ടോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? നാളെ ഇത് കൂടെ ഉണ്ടാക്കി വെക്കണോ? ആ, അപ്പോൾ എല്ലാവരോടും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നല്ല വീഡിയോസും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.